ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതലായിട്ട് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് ഫോണിൻ്റെ മെമ്മറി സ്പേസ് കുറവാകുന്നു അല്ലെങ്കിൽ സ്റ്റോറേജ് കുറയുന്നു എന്നുള്ളത്. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ മെമ്മറി സ്പേസ് കുറയാൻ സാധ്യതയുണ്ട്. ഫോണിൻ്റെ മെമ്മറി സ്പേസ് കൂടാതെ തന്നെ നമ്മൾ എക്സ്റ്റേണലായിട്ട് മെമ്മറി കാർഡുകൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും പലപ്പോഴും അതും നമുക്ക് തികയാത്തൊരവസ്ഥ വരാറുണ്ട്. പല തരത്തിലുള്ള ഫയലുകൾ, അതായത് ഓഡിയോ, വീഡിയോ, MP3, ഇമേജസ് ഇതുപോലുള്ള ഫയലുകൾ നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് കുറയുന്നു. എന്നാൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഏറ്റവും കൂടുതലായിട്ട് കുറയ്ക്കുന്നതിൻ്റെ ഒരു കാരണമാണ് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫോണിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് കാരണമാണ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ് കുറയാനുള്ള ഏറ്റവും വലിയ കാരണം. ഒരേ കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഫയലുകളെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരേ ഇമേജ് തന്നെ നമുക്ക് പല ഗ്രൂപ്പുകളിൽ നിന്നും പേഴ്സണലായിട്ടും ഒരേ വീഡിയോസ് തന്നെ പല ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഫോണിൻ്റെ മെമ്മറിയെ ബാധിക്കും. നമ്മുടെ ഫോണിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്നാൽ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ നിങ്ങളുടെ ഫോൺ മൊത്തമായിട്ട് സ്കാൻ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളൊക്കെ കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഫിക്സർ എന്നാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. അവിടെ സ്കാൻ ഓഡിയോ, സ്കാൻ വീഡിയോ, സ്കാൻ പിക്ചർ, സ്കാൻ ഡോക്യുമെൻറ്റ്, ഫുൾ സ്കാൻ എന്നൊക്കെ കാണാൻ സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ ഫയലുകളും വേർതിരിച്ച് സ്കാൻ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ വീഡിയോ മാത്രമായിട്ട് സ്കാൻ ചെയ്യണമെങ്കിൽ അങ്ങനെ സാധിക്കും. അല്ലാതെ
ചെയ്തിട്ട് ഇത്രയും ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ അടിയിലായി കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നം ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്തതായി നല്ല നല്ല വീഡിയോകൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരപ്രദമാവും. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു അറിവുമായി നമുക്ക് പിന്നെയും കാണാം. നന്ദി, നമസ്കാരം.